ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര ഒരു കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഞങ്ങള് കാലിക്കറ്റ് പോവാണ്. എന്താണ്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാനുണ്ട്, അച്ഛനുണ്ട്, അർജുനുണ്ട്, പിന്നെ സോനുണ്ട്. ഞങ്ങള് 4 പേരും കൂടിയാണ് പോകുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് ഇപ്പൊ പറയുന്നില്ല, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞാല് ഞങ്ങള് അവിടെ എത്തും. സോ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ബൈ. 11:30 കേട്ടോ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് കറക്റ്റ് ടൈമിലൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയുണ്ട്. ഞങ്ങൾ പറഞ്ഞ ടൈമിലും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഹെയർ ചെയ്യാൻ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അഴക് മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് കേട്ടോ ഇത്. കാലിക്കറ്റ് ആണ് പ്ലേസ്. പറഞ്ഞ ടൈമിലും കുറച്ച് ലേറ്റ് ആയി എത്തിയോണ്ട് തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയിരുന്ന സമയത്ത്. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഞാനിപ്പോ ലേറ്റ് ആയി കഴിഞ്ഞാല് ഇന്നിന് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും അവര് എന്നെ വിളിച്ചു കേട്ടോ. ഞാനിവിടെ ഒരു ഹെയറിനല്ല, എന്റെ ഹെയറിന്റെ കംപ്ലീറ്റ് മേക്ക് ഓവറിനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഹെയർ കട്ട് ചെയ്യണം. ഞാൻ കുറേ നാളായി ഹെയർ കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 ഇയേഴ്സിന്റെ അടുത്തായി ഞാൻ ഈ ഹെയർ ഇങ്ങനെ ലോങ് ഹെയർ ആയിട്ട് എന്നെ കൊണ്ടുനടക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാല് എനിക്ക് നല്ലൊരു സലൂൺ ഞാൻ കണ്ടില്ല. ഞാൻ ദുബായിലായിരുന്നപ്പം അവിടെ എനിക്ക് അത്ര അറിയില്ല. ഞാൻ അവിടെ നിന്ന് അധികം ഹെയറിൽ പരീക്ഷണങ്ങളൊന്നും നടത്താറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു സലൂൺ കാണാത്തോണ്ട് ഞാൻ പരീക്ഷണങ്ങൾക്കൊന്നും നിന്നില്ല. UAE ഫസ്റ്റ് ഞാൻ വരുന്ന ആ ടൈമില് ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ പരീക്ഷണങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു കേട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എന്റെ ഹെയർ എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യം ഒരു 3 ഇയേഴ്സ് ബാക്ക് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അതിനുശേഷം ഹെയർ കട്ട് ചെയ്തുകൊണ്ട് എന്റെ ഒരു കേൾഡ് ആയിട്ടുള്ള ടിപ്പിലെ പോർഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഹെയർ ഇങ്ങനെ പോക്ക സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. ആ ഒരു കേൾസ് ഒന്ന് വന്ന ശേഷം എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ഒരു ഫസ്റ്റ് പെർമനന്റ് ബ്ലോ ഡ്രൈ ട്രീറ്റ്മെന്റിന് ശേഷം എന്റെ ഹെയർ ഓൾമോസ്റ്റ് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാച്ചുറലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേൾസ് കുറവായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അവരുടെ അടുത്ത് എന്റെ ഉള്ള കേൾസ് മാക്സിമം അവിടെ തന്നെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് പറഞ്ഞു ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാന്ന്. എനിക്കാണെങ്കിൽ എന്റെ ടിപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതിനെ പറ്റി ആലോചിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാല് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. കാരണം എന്റെ ഹെയർ കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ്, കേൾസ് ഒന്നും ഇല്ലാന്ന്. എന്തായാലും അവര് ഹെയർ ഒക്കെ കട്ട് ചെയ്തപ്പോ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അത്രയും കാലം നമ്മുടെ ബോഡിയുടെ പാർട്ടായിട്ട് കിടക്കുന്ന ഒരു സാധനമാണല്ലോ. ലോങ് ഹെയർ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷേ എന്നാലും അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ചെറിയൊരു വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ കളറിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എല്ലാത്തിനും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം നോക്കി വേണ്ട കളറും സ്റ്റൈലും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ കളറിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കഴിയുന്നു. കാരണം അതിനു മുമ്പ് ഞാൻ ഹൈലൈറ്റിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഞാനൊരു ഏകദേശം ഒരു ഗ്ലോബൽ മോഡില് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു ലിച്ചി ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കേട്ടോ. അത് അവരവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കളറിങ്ങിന്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അർജു ആണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്ത് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളറിങ്ങിന്റെ ടൈം കഴിഞ്ഞപ്പോൾ അവര് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കേട്ടോ. എനിക്ക് ഈ ഒരു പ്രൊസീജിയറിൽ
ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഈ വാഷിംഗ് ആണ്. എന്തൊരു റിലാക്സിങ് ആണെന്നറിയോ, ഭയങ്കരമായിട്ട് നമ്മളെ കാമാകും. തലയിൽ എന്തോ നമുക്ക് ഇങ്ങനെ ഉറക്കം വരുന്ന ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. എന്തോ അവരത് കുറേ നേരം ഉണ്ടായിരുന്നു വാഷിങ്. അതിനിടയിൽ അച്ഛനും സോനും അർജുനും ഒക്കെ ഉണ്ടായിരുന്നു. നേരെ ഞാൻ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു കേട്ടോ. പക്ഷെ എനിക്ക് ഒരുപാട് ടൈം എടുക്കും, അവർക്ക് നല്ല വിശക്കുന്നുണ്ടാവും, പിന്നെ ബോറടിക്കുന്നുണ്ടാവും. അവർക്ക് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അത്ര നടന്നില്ല. അതുകൊണ്ട് അവര് പോയി ബിരിയാണി ഒക്കെ കഴിച്ചു വന്നു കേട്ടോ. അപ്പത്തേന് എന്റെ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ട്രീറ്റ്മെന്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സിസ്റ്റീൻ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽ അവര് എന്റെ ഹെയറിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കെരാ ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്റെ കളറിങ്ങും എല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോൾ അതെന്റെ ഹെയറിന് ഭയങ്കര ഒരു കെമിക്കലി നമ്മൾ ചെയ്യുകയാണല്ലോ. അപ്പൊ അവർ എന്നോട് വേറൊരു ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെയാണ് ഞാൻ സിസ്റ്റീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അവരൊന്ന് കവർ ചെയ്യും ഹെയർ. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 45 മിനിറ്റ്സ് ഇരിക്കണം കേട്ടോ. എല്ലാത്തിന്റെയും ടൈം എന്ന് പറയുന്നത് ഞാനൊരു 1 o'clock സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിയുമ്പത്തേനും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അർജു ആണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്തിരുന്ന് നല്ല ബോർ അടിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അവർ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഹെയറിലൊക്കെ ഇട്ട് സെറ്റായി. അവിടെ നമുക്ക് ഇരിക്കാൻ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുനെ വിട്ടിട്ട് ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കരുതി രാവിലെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തു, ഒരു ഉച്ചയാകുമ്പത്തേനും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങാന്നുള്ളൊരു ഇന്റൻഷനിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും നടന്നില്ല. അങ്ങനെ വാഷിംഗ് ഒക്കെ വാഷ് ചെയ്തില്ല. വാഷ് ചെയ്യുന്നതിന്റെ മുമ്പേ നമ്മൾ ഈ ഹെയറിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തില്ലേ, അതഴിച്ചിട്ട് അവര് സ്ട്രെയിറ്റൻ ചെയ്യും കേട്ടോ. അതാണ് ട്രീറ്റ്മെന്റ്. അങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹെയർ വാഷ് ചെയ്യും കേട്ടോ. അപ്പൊ അതിനിടയിലുള്ള ഒരു സമയമാണ്. ഞാൻ വിചാരിച്ചു ഇതോടുകൂടി കഴിഞ്ഞു എന്ന്. ഹെയർ ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കായിരുന്നു അയ്യോ ഇതിങ്ങനെ സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇതിന്റെ ഫിനിഷ് വരികയെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം വാഷിംഗ് ആണ് കേട്ടോ. വാഷിംഗ് എത്തുമ്പോൾ എന്തോ ഒരു റിലാക്സേഷൻ ആണ്. അതുവരെ നമ്മൾ ബോറടിച്ചിരിക്കുകയാണെങ്കിലും വാഷിങ്ങിന്റെ ടൈം എത്തുമ്പോൾ അതൊരു വേറെ റിലാക്സേഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവര് ഹെയർ സെറ്റ് ചെയ്ത് തരാണ്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. കട്ടിങ്ങും കളറിങ്ങും ഞാനെടുത്ത ട്രീറ്റ്മെന്റും എല്ലാം കഴിഞ്ഞു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു പാർട്ടും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. ഈ സെറ്റിങ്ങിന്റെ ഈ സ്ട്രെയിറ്റനിങ്ങിന്റെ പാർട്ടാണ്. അയ്യോ നമ്മൾ ഇപ്പൊ തീരും എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അവരിങ്ങനെ ചെറിയ ചെറിയ പോർഷനാക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒത്തിരി ടൈം എടുക്കും കേട്ടോ അതിന്. അതായിരുന്നു എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ചൂടടിക്കുന്നതുകൊണ്ട് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഈ സെറ്റിംഗ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എക്സൈറ്റഡ് ആണ്, നമ്മൾ ഇനി എന്താണ് കാണാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതിൽ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഹെയറിന്റെ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത്ര കേൾസ് ഒന്നും കിട്ടില്ല, പക്ഷെ പോക്കസ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ടിപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കുറേ നാള് കാത്തിരുന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് ഫ്ലോപ്പായി പോയാൽ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ. വിഷമല്ല, ഞാൻ ഡിപ്രസ്ഡ് തന്നെ ആയി പോയേനെ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഹെയർ കട്ട് ചെയ്തപ്പോഴും എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. ആദ്യം ഞങ്ങൾ ഒരു ലെങ്ത് വരെ കട്ട് ചെയ്തു, പക്ഷെ അത് കട്ട് ചെയ്തു എന്നുള്ളൊരു ഫീല് വരുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുകൂടെ കട്ട് ചെയ്തപ്പോഴാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് രാത്രി 10 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കലാപരിപാടികള് രാത്രി 10 മണിയായപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴെല്ലാരും താഴേന്ന് മുകളിൽ തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങള് കുറച്ചു നേരം അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി കേട്ടോ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്നുള്ളത് നേരെ പോയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. അങ്ങനെ അവിടെയുള്ള അവര് ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ആ ഷോപ്പിന്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അവിടെ കയറി കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ബർഗറൊക്കെ കഴിച്ചു. അച്ഛൻ സാധാരണ ലോങ് ഹെയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അമ്മയ്ക്കും ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ കളറിങ്ങും കട്ടിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇഷ്ടപ്പെടലായിരുന്നു കേട്ടോ അത്. അതെന്നെ ശരിക്കും സർപ്രൈസ്ഡ് ആക്കി. ഞാൻ വിചാരിച്ചത് എന്തിനാണ് കട്ട് ചെയ്ത് കളയുമെന്ന് ചോദിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ചോദ്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. കുറെ നേരം വെയിറ്റ് ചെയ്തതിനുള്ള ചീത്ത കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിറങ്ങിയത്. അതും ഉണ്ടായില്ല. എന്താന്ന് വെച്ചാല് നമ്മള് അടുത്തൊക്കെ വല്ലപ്പോഴും കാണുന്നതല്ലേ, ദൂരെയല്ലേ എപ്പോഴും നിൽക്കാറ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയപ്പോ ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. കുറേ കാലത്തിന്റെ ആഗ്രഹം സാഫല്യമായ ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പൊ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.